ഹൈ ഗൈസ്, ഞാനിന്നൊരു 4 ഹിഡൻ സ്പോട്ട്സ് തപ്പിയെടുക്കാനാണ് ഇറങ്ങിയിട്ടുള്ളത്. എൻ്റെ ഐറ്റ്നറിയിൽ 4 എണ്ണം ഉണ്ട്. എല്ലാം ആര്യനാട് ഭാഗത്തായിട്ടാണ്. അതിലെ ആദ്യത്തെ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് അഗസ്ത്യാർകൂടം മലനിരകൾ കാണാൻ പറ്റി ട്രിവാൻഡ്രം സിറ്റിക്ക് അടുത്തുള്ള ഏറ്റവും ബെസ്റ്റ് വ്യൂ പോയിന്റ്. ഈ സ്ഥലം വരുന്നത് വെള്ളനാട്, നമ്മുടെ പാച്ചല്ലൂർ വെള്ളനാട്, കാട്ടാക്കടയിൽ നിന്ന് പാച്ചല്ലൂർ വെള്ളനാട് പോകുന്ന വഴിക്ക് പുനലാൽ എന്ന സ്ഥലത്താണ് ഈ ഒരു വ്യൂ പോയിന്റ് വരുന്നത്. ഡെയിലി വ്യൂ ഫാർമസി കോളേജിന് തൊട്ടടുത്തായിട്ടാണ്. നമ്മളിത് ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് അഗസ്ത്യാർ മല കാണാൻ പറ്റും. കണ്ടോ, ഇതേ ഇവിടെ ഇന്ന് കുറച്ച് ക്ലൗഡഡ് ആണ്. ഇതേ നിങ്ങൾ കണ്ടോ, ഇതാണ് അഗസ്ത്യാർകൂടം മലനിരകൾ. ഇപ്പോൾ ഈ ക്ലൗഡൊക്കെ മാറുകയാണെങ്കിൽ നല്ലൊരു വ്യൂ ആയിരിക്കും കേട്ടോ. ഇവിടെ ഇതേ കണ്ടോ, കാറ്റൊക്കെ ഉണ്ട്, അടിപൊളി. ഇനി ഇതുകൂടാതെ 3 സ്ഥലങ്ങളിലും കൂടെ പോകാനുണ്ട് നമ്മുടെ ഐറ്റ്നറിയിൽ. എൻ്റെ കൂടെ ട്രിവിയൻ മീമറുണ്ട്, മിഥുൻ ചന്ദ്. കണ്ട നമ്മുടെ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് കറണ്ട് കമ്പുവേലി കണ്ടത്. സോളാർ വേലി സൂക്ഷിക്കുകയാണ്. ഈ നെൽപ്പാടം പ്രിസർവ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അത്. എനിക്ക് വേണം മൃഗങ്ങളൊക്കെ ഇറങ്ങുമായിരിക്കും, കാട്ടുപന്നിയൊക്കെ ഇറങ്ങുമായിരിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട്. നെടുമങ്ങാട് ആര്യനാട് റോഡിൽ നിന്ന് മണ്ണൂർക്കോണം ഇല്ലേ, നെടുമങ്ങാട് ആര്യനാട് റോഡിൽ നിന്ന് മണ്ണൂർക്കോണം റോഡ് പോകുമ്പോഴാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ലൊക്കേഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ താഴെ കൊടുത്തിരിക്കാം. കറക്റ്റ് വഴി എനിക്ക് അറിഞ്ഞൂടെ. കയറി വന്ന് വഴിയൊക്കെ മറന്നു വന്നപ്പോൾ തന്നെ ഇങ്ങനെ റബ്ബർ റോഡിൽ കൂടെയാണ് വന്നത്. ഇവിടെ വന്നിറങ്ങി. ഇവിടുത്തെ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. 2 സൈഡിലും നല്ല നില. ഇവിടെ നെൽപ്പാടമാണ് കേട്ടോ മുഴുവൻ. ഇവിടെ ഒരു ചതുപ്പ് നില. ഇവിടെ ആരെങ്കിലും കളിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയണം. ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് പയ്യന്മാർ ഇവിടത്തുള്ള. ഇത് അവിടെ ഒരു ഗവൺമെൻറ് ഡിസ്പെൻസറി ഉണ്ട്, വാലൂക്കോണം ഗവൺമെൻറ് ഡിസ്പെൻസറി. ഇത് പക്ഷേ അടിപൊളി സ്ഥലമല്ലേ, ഫോട്ടോ ഒക്കെ എടുക്കാൻ കൊള്ളാം. എന്നാലും ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. ഇറങ്ങിയിരുന്നെങ്കിൽ പണി കിട്ടിയാണ്. നമ്മുടെ 4ാമത്തെ ഡെസ്റ്റിനേഷൻ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ എത്തിയാലേ അറിയാൻ പറ്റുള്ളൂ. ആണെങ്കിൽ ഞാൻ പറയാം. ഞാനിവിടുത്തെ 4ാമത്തെ ഹിഡൻ സ്പോട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഹിഡൻ സ്പോട്ട് നിങ്ങളെ സർപ്രൈസ് ചെയ്യിക്കും. കാര്യം ഞാൻ വന്നപ്പോഴും ഞാൻ സർപ്രൈസ് ആയിപ്പോയി. ഇതേ ട്രിവി മീമർ പോകണണ്ട, എന്താണെന്ന് അറിഞ്ഞൂടാ. സർപ്രൈസ് ആയിട്ട് മൈൻഡ് ഔട്ട് ആയിപ്പോയി. ഇങ്ങനെ ഒരു കാട്ടുവഴിയിലൂടെ കയറി വന്നത്. വരുമ്പോഴും നിങ്ങൾ കാണുന്നത് പോലെ ഇതുപോലത്തെ ഒരു വഴിയിലൂടെ റബ്ബർ കാടിനകത്തൂടെ വലിയ കയറ്റവും കയറിയൊക്കെ വേണം വരാൻ. വന്നപ്പം ഈ വഴി കണ്ടുപിടിക്കാനായിട്ട് വലിയ ക്ലൂ ഒന്നുമില്ല. ഇങ്ങോട്ട് വന്നപ്പം കുറച്ച് ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അതിൽ ചോദിച്ചപ്പോഴാണ് ഈ വഴിയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അവർക്കും അറിഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സ്ഥലം. അവിടെ ഒരു കോറിയായിരുന്നു. കോറി ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഈ കോറിയിലകത്ത് ഒരു വഴിയുണ്ട്. ഈ വഴി കയറി വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അടിപൊളി കോറിയും, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഇത് ഈ ഒരു വഴി കൂടെ ഇങ്ങനെ കയറി വരികയായിരുന്നേ. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഗൂഗിൾ മാപ്പിൽ കണ്ടപ്പോഴാണ് വന്നത്. കയറി വന്നപ്പം ഇങ്ങനൊരു സ്ഥലം. ഇവിടെ നിന്ന് ഇനി ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് വ്യൂ ആണെന്ന് കണ്ടോ. ഇനി അതുമല്ല, ഈ സൺസെറ്റ് വ്യൂവിൻ്റെ കൂടെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള വ്യൂ പോയിന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഒരു ഉറപ്പായിട്ട് സർപ്രൈസ് ആയി. അതിന് മുകളിലോട്ട് ഇനിയും കയറാനുണ്ട്. ഇവിടെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ സർപ്രൈസായി. കണ്ടോ സൺസെറ്റും. അവിടെ കണ്ട നിരന്ന് കിടക്കുന്ന അത് കടലിൻ്റെ സൈഡാണ്. അടിപൊളി കേട്ടോ. നമുക്ക് ഇതല്ല, ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് പോകണം. എൻ്റെ ബാഗ് ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ മുകളിലേക്ക് നടന്നിട്ട് അവിടെ എന്തുണ്ടെന്ന് കാണിക്കാം. കണ്ടില്ലേ, ഇങ്ങനെ വേണം പോകാനായിട്ട്. പുള്ളി നടന്ന് നേരത്തെ മുകളിൽ കയറി. നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് നിന്നത്. ഇപ്പം മുകളിലോട്ട് പോകുന്നുണ്ട്. ഇത് അവിടെ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല വന്നപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റുണ്ട് ഇവിടെ. സൂര്യൻ കുറച്ചുകൂടെ ഒന്ന് ക്ഷമിച്ച് തന്നിരുന്നെങ്കിൽ ഇത്രയും വെയിൽ കൊള്ളേണ്ടി വരില്ലായിരുന്നു. പിന്നെ ആ വ്യൂ ഒന്ന് നോക്കുന്നത്. വ്യൂ അടിപൊളിയില്ലേ, എന്ത് പറയണ്. ഫുള്ള് കാടല്ലേ. സിറ്റി വ്യൂ ഇഷ്ടം. സിറ്റി വ്യൂ ഇല്ല, അങ്ങോട്ട് പോയി നോക്കാം, കാണാതിരിക്കുക. പക്ഷേ ആ പാറയാണ് നമ്മൾ കണ്ടത് കേട്ടാ. അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു.
ഞങ്ങളിവിടെ എന്തേ പിന്നെയും നടന്ന് ഫ്രണ്ടിലോട്ട് കുറച്ചുകൂടെ മുകളിലോട്ട് പോവുകയാണ്. അവിടെ എന്താ നോക്കിയിട്ട് വരാം. വേണ്ട കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തോ, എന്നിട്ട് ബെല്ലൈക്കണം എന്തിനാന്ന് വെച്ചാൽ അടിച്ചോ. അടുത്ത ഇനി അടിപൊളി വീഡിയോ കാണിച്ചു തരാം. മുകളിലോട്ട് വന്നിട്ട് ഇവിടെ പക്ഷെ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ കാര്യമായിട്ട് അങ്ങനെ വ്യൂ കാണാനൊന്നുമില്ല, പക്ഷെ തണലുള്ള സ്ഥലം കേട്ടോ. ഊറ്റുമില്ല, ഊറ്റ ഒരു തണലുള്ള പ്രദേശം. വല്ലേ ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കമ്പിവേലി ഇട്ടിട്ടുണ്ട്. കമ്പിവേലി എൻ്റെ ഇതാണ് കോറിയാണ്. കോറി കണ്ട എന്തോ വേറെ വീഴാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ കമ്പിവേലിയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്. മെയിനായിട്ടൊരു കോറിയുടെ സ്ഥലം തന്നെയല്ലേ ഇത്. പക്ഷെ അടിപൊളി വ്യൂ. ഞാൻ വീഡിയോ നോക്ക്, അടിപൊളി. വീണുപോയത്ത് 2 കോറിയുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. ഐസ് ഇവിടെ നല്ല വ്യൂ നോക്കിയേ, വിഷയം. പിന്നെ നമ്മളിതാ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടന്നു വന്നതാണ്. ഇവിടെ നോക്കിയാ ഇവിടെ നല്ല വൃത്തി. ഇവിടെ നല്ല വൃത്തിയാക്കി ഇട്ടേക്കുന്ന ആൾക്കാർ ഇവിടെ എപ്പോഴും ഇരിക്കുന്നവരല്ലേ. വേറെ വഴി ഉണ്ടാവും അല്ലേ, വേറെ വഴി ഉണ്ടാവും. ഇങ്ങനെ വഴി കിടപ്പുണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടാ. പോയി നോക്കിയാൽ കാടായിരിക്കും, കാട് തന്നെ. ജസ്റ്റ് മലമുകളിലെ കാടാണ് കേട്ടോ. പക്ഷെ ഇവിടെ വന്നിരിക്കാൻ അടിപൊളി. താഴോട്ട് പോവല്ലേ, റിസ്ക് ഒന്നും എടുക്കരുത്. നോക്കിയേ കോറി, അവിടെയും വേറെ കോറി. ഫോട്ടോ ഒക്കെ എടുക്കാൻ വിഷയം. കണ്ടോ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഈ ഒരു സ്പേസിൻ്റെ ഫുൾ വ്യൂ. ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മൾ ആദ്യം കയറി വന്ന പാറ. ഇതിങ്ങ് എൻഡിലെത്തി. ഇവിടത്തെ കോറി ആയതുകൊണ്ട് മൊത്തം കമ്പിവേലിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല സ്ഥലമുണ്ട് ഇരിക്കും. ചിറക്കി അപ്പുറത്ത് പോയാൽ തീർന്നു കേട്ടോ. ഇവിടെ ഒരാൾ പോലും വരില്ല എടുത്തുകൊണ്ട് പോകാൻ. അതുകൊണ്ട് മാക്സിമം വരാതിരിക്കുന്നത് നല്ലത് കേട്ടോ. ഒരു ലോക്കൽ സെറ്റപ്പ് ഏരിയയാണ്. വന്നപ്പോൾ തന്നെ കുറേ ചോദ്യങ്ങളും പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും